ചരിത്രത്തിന്റെ താളുകളിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഉണ്ണിയേശുവിന്റെ ജനനം. ബത്ലഹേമിലെ എളിയ പുൽക്കൂട്ടിൽ സംഭവിച്ച ആ ദൈവിക നിമിഷം മാനവരാശിയുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ തുടക്കമായിരുന്നു. ലോകരക്ഷകനായ യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് ഈ കഥ. ഈ കഥ നസറേത്ത് എന്ന പട്ടണത്തിലാണ് ആരംഭിക്കുന്നത്. നസറേത്ത് ബഹളങ്ങളില്ലാത്ത ഒരു നിശബ്ദമായ പട്ടണമായിരുന്നു. അവിടെയുള്ള പലരും കർഷകരും ആട്ടിടയന്മാരുമായിരുന്നു. ഈ പട്ടണത്തിൽ മറിയ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾ അനുസരണയും ദൈവഭക്തിയുമുള്ളവളായിരുന്നു. അവൾ വയലിൽ മാതാപിതാക്കളെ സഹായിച്ച് വീട്ടുജോലിയും ചെയ്തിരുന്നു. അവൾ എല്ലാവരോടും ദയയോടെ പെരുമാറുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ഗ്രാമവാസികൾക്കും അവളെ ഇഷ്ടമായിരുന്നു. മറിയ നല്ലവനും സത്യസന്ധനുമായ ജോസഫ് എന്നയാളെ വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. മറിയയുടെ വിവാഹ നിശ്ചയത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അതിഥി എത്തി. അദ്ദേഹം ഒരു വിശേഷപ്പെട്ട അതിഥിയായിരുന്നു. സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞയച്ച ഒരു ദൈവദൂതൻ. പരിശുദ്ധനായ ഗബ്രിയേൽ ദൈവദൂതൻ അവൾക്കു മുൻപിൽ പ്രത്യക്ഷനായി. അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ജനാലയ്ക്കടുത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു പ്രകാശം ഒഴുകുന്നത് കണ്ടു. തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന വെള്ളിച്ചിറകുകളുമായി ഒരാൾ. ആദ്യം അതൊരു സ്വപ്നമാണെന്ന് അവൾ വിചാരിച്ചു. പിന്നീട് ദൈവദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ അതൊരു സ്വപ്നമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. മറിയേ, നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ ഗബ്രിയേൽ ദൂതനാണ്. ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. നീ വളരെ കൃപയുള്ളവളാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റുവാൻ ദൈവം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. നിന്റെ ദയാശീലമുള്ള മനസ്സും പരിശുദ്ധമായ ഹൃദയവും ദൈവത്തിന് വളരെ വിലപിടിപ്പുള്ളതാണ്. നീ ഭാഗ്യവതിയാണ്. ഈ വിശേഷപ്പെട്ട ദൗത്യത്തിന് എല്ലാവരിൽ നിന്നും ദൈവം നിന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് പേടിയില്ല. ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റാനായി എന്നെ നിശ്ചയിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യാനായത് എൻ്റെ ഭാഗ്യമാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് മറിയേ. കർത്താവ് നിന്നോടുകൂടെ. മറിയേ, നീ താമസിയാതെ ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് വിളിക്കും. അവൻ വലിയവനായിരിക്കും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവനവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം നൽകും. അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും വാഴും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. ഈ സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് മറിയേ. ഗബ്രിയേൽ പറഞ്ഞത് കേട്ട് മറിയെ ഞെട്ടിവിറച്ചു. എന്നാലും അവൾ ശാന്തതയോടെ ഇരുന്ന് ഗബ്രിയേലിന് പറയാനുള്ളതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. പിന്നീട് അവൾ ഗബ്രിയേലിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഭയപ്പെടാതിരിക്കൂ മറിയേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും. നിനക്കൊരു മകൻ നൽകപ്പെടുന്നതാണ്. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. അവൻ ജനങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും. അവൻ മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും. ദൈവം എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ദൈവഹിതം എന്നിലൂടെ നടത്തുവാൻ പോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം എന്നും നിന്നോടൊത്തുണ്ട് മറിയേ. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനമായിരിക്കൂ. പിന്നീട് ഗബ്രിയേൽ മറിയെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി. അക്കാലത്തൊരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു. പിന്നീട് ദൂതൻ ജോസഫിന്റെ അടുക്കൽ ചെന്നു. ജോസഫ്, മറിയയെ നീ ഭാര്യയായി സ്വീകരിക്കുക. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടും. കാരണം അവൻ തന്റെ ജനങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ജോസഫ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. ഓ, എന്തൊരു സ്വപ്നമായിരുന്നു അത്! ദൈവം എന്നോട് സംസാരിച്ചു. ഉടനെ മറിയയുടെ അടുക്കൽ പോയി ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറയണം. അങ്ങനെ ഗബ്രിയേലിന്റെ നിർദ്ദേശപ്രകാരം ജോസഫ് മറിയയെ വിവാഹം ചെയ്തു. ഇതേ സമയത്ത് റോമാ സാമ്രാജ്യം ജനങ്ങളിൽ നിന്നും
കൂടുതൽ നികുതി പിരിക്കുവാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ക്രൂരനും അത്യാഗ്രഹിയുമായ ഹെറോദ രാജാവ് രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും എണ്ണമെടുക്കണമെന്നും അത് രേഖയാക്കണമെന്നുമുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ നസറേത്തിൽ വിളംബരം മുഴങ്ങുന്നു. എല്ലാ നാട്ടുകാരും ജനസംഖ്യാ കണക്കെടുപ്പിൽ പങ്കാളികളാകണമെന്നും അതിനാൽ എല്ലാവരും അവരവരുടെ പൂർവികരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്നും സൈനികർ പ്രജകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഈ കണക്കെടുപ്പ് ഹെറോദോസിന്റെ കൂടുതൽ നികുതി പിരിക്കുവാനുള്ള തന്ത്രമാണെന്ന് ജോസഫ് മനസ്സിലാക്കി. ജോസഫ് ബെത്ലഹേമ്യനായതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന കണക്ക് രേഖപ്പെടുത്തണമായിരുന്നു. നസറത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ബെത്ലഹേമിലേക്ക് വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയ്ക്ക് ജോസഫും മറിയയും തയ്യാറായി. അന്ന് യാത്രയ്ക്കായി കാറുകളോ വണ്ടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴുതപ്പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നടന്നു വേണം പോകുവാൻ. മറിയ കഴുതപ്പുറത്തിരുന്നു, യോസേഫ് കൂടെ നടന്നു. ഒരു കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുവാൻ മറിയ നന്നേ വിഷമിച്ചു. യാത്രയ്ക്കിടയിൽ മറിയയ്ക്ക് പ്രസവവേദന വരുന്നുണ്ടായിരുന്നു. പ്രിയേ, നമ്മൾ ഏകദേശം ബെത്ലഹേമിലേക്ക് എത്താറായിരിക്കുന്നു എന്നു പറഞ്ഞ് ജോസഫ് മറിയയെ ആശ്വസിപ്പിച്ചു. ഇതേ സമയത്ത് കിഴക്ക് നിന്നുള്ള 3 ജ്ഞാനികൾ ദിവസങ്ങളോളം ഒരു പ്രത്യേക നക്ഷത്രത്തെ പിന്തുടരുകയായിരുന്നു. ആ നക്ഷത്രം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി അവരെ നയിച്ചുകൊണ്ടിരുന്നു. ആ നക്ഷത്രം ഇപ്പോൾ അവരെ ബെത്ലഹേമിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. യാത്രാക്ഷീണിതരായ അവർ ഒരിടത്ത് വിശ്രമിക്കാനായിരുന്നു. ഇത് ഒരു സാധാരണ നക്ഷത്രമല്ല. നമ്മുടെ ഈ ജീവിതകാലത്തിലുടനീളം നമ്മൾ കാത്തിരുന്ന ഒന്നാണ്. ശരിയാണ്, ഈ നക്ഷത്രം എന്തോ ഒരു അത്ഭുതമാണ്. ഈ ലോകത്തെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കെൽപ്പുള്ള ഒന്ന്. മൂവരും ആ നക്ഷത്രത്തെപ്പറ്റി വാചാലരായി. അതിലൊരു ജ്ഞാനി ഇങ്ങനെ പറഞ്ഞു: ഒരു രാജാവ് ജനിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ രാജ്യം എന്നേക്കുമായി നിലനിൽക്കും. അദ്ദേഹം ഒരു ചെറു പട്ടണത്തിൽ ജനിക്കുമെന്ന് പ്രവചിച്ചിരുന്നു, യഹൂദിയായിലെ ബെത്ലഹേം. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇക്കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായി സൂക്ഷിക്കണം. ഇതൊരു കാരണവശാലും രാജാവ് അറിയരുത്. അയാൾ ഈ പ്രദേശം മുഴുവൻ നിരീക്ഷിക്കാനായി ആളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഇവരുടെ ഈ സംഭാഷണം ഒരാൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കൊട്ടാരത്തിൽ നിന്നുള്ള രഹസ്യചാരനായിരുന്നു. അയാൾ അക്കാര്യങ്ങളെല്ലാം രാജകൊട്ടാരത്തിലേക്കെത്തി ഹെറോദോസ് രാജാവിനെ അറിയിച്ചു. കുപിതനായ ഹെറോദോസ് രാജാവ് അലറിക്കൊണ്ട് പറഞ്ഞു: രാജാവോ, അതും ഒരു കുഞ്ഞ്? ഞാനാണ് രാജാവ്. ഇതൊരിക്കലും സാധ്യമല്ല. അദ്ദേഹം ഉടനെ കൊട്ടാരത്തിലെ പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി. ശേഷം ഈ യഹൂദന്മാരുടെ രാജാവിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞു. അവന്റെ വരവിനെക്കുറിച്ച് പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവായ മിശിഹ ബെത്ലഹേമിൽ ജനിക്കുമെന്നും അവർ പറഞ്ഞു. കലിപൂണ്ട ഹെറോദോസ് രാജാവ് ബെത്ലഹേമിലെ എല്ലാ നവജാത ശിശുക്കളുടെയും പേരുകൾ കണ്ടെത്തി വരുവാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്തു. അതിലൂടെ ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലുവാനുള്ള പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു. യേശു വളർന്ന് ശക്തനായി തന്നെ കീഴടക്കുവാൻ എന്നെങ്കിലും വരുമെന്ന് അയാൾ വിശ്വസിച്ചു. തന്റെ സാമ്രാജ്യം ഈ കുഞ്ഞു കാരണം നഷ്ടപ്പെടുമോ എന്ന് ഹെറോദോസ് ഭയപ്പെട്ടു. മരുഭൂമിയിലൂടെ അനേകം നാളുകൾ യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യോസേഫും ബെത്ലഹേമിലേക്കെത്തി. അവർ പട്ടണത്തിലേക്കെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. രാത്രി കഴിച്ചുകൂട്ടുവാൻ അവർക്കൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു. എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല. ജോസഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആരും അവരെ അകത്ത് കിടക്കുവാൻ അനുവദിച്ചില്ല. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി. അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു. ജോസഫിന്റെയും മറിയയുടെയും എല്ലാ പ്രതീക്ഷകളും കൈവെടിഞ്ഞു. എല്ലായിടവും അന്വേഷിച്ച ശേഷം അവിടെ പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്ത് അവർ കണ്ടു. അവിടെ ധാരാളം പുതിയ വൈക്കോലുണ്ടായിരുന്നു. ജോസഫ് ആ വൈക്കോൽ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്കയുണ്ടാക്കി. രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു.
ജോസഫ് പുതിയ വൈക്കോല് കൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി. ശേഷം കുഞ്ഞിനെ അതിന്മേൽ കിടത്തി. അത് കുഞ്ഞിന് നല്ല ചൂടും സുഖവും നൽകി. കുഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങി. ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു. ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു താഴ്മയുടെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു. ഇതേ സമയത്ത് അധികം അകലെയല്ലാതെ രണ്ടിടയന്മാർ കുന്നിൻമുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു. പെട്ടെന്നവർ ആകാശത്ത് കണ്ണം ചിപ്പിക്കുന്ന ഒരു വെളിച്ചം കണ്ടു. അവർ കണ്ണു തുറന്നപ്പോൾ സുന്ദരിയായ ഒരു മാലാഖയെ കണ്ടു. അവർക്ക് നീണ്ട സ്വർണ്ണ നിറത്തിലുള്ള മുടിയും വെള്ളിച്ചെറുകുമുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും കലർന്ന ഒരു വസ്ത്രമായിരുന്നു അവരുടേത്. അത് നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആട്ടിടയന്മാർ അത്ഭുതത്തോടെ നോക്കി. പിന്നീട് ആ മാലാഖ അവരോടായി സംസാരിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് വന്നത്. ഇന്ന് രാത്രി ബത്ലഹേമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ പേര് യേശു എന്നാണ്. അവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവെന്നറിയപ്പെടുന്നതാണ്. നിങ്ങൾക്കടയാളം ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ അവിടെ കാണും. ഗ്രാമങ്ങളിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിന്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ. യഹൂദന്മാരുടെ രാജാവായ യേശു ഇന്ന് ജനിച്ചു എന്ന വാർത്ത എല്ലാവരും അറിയട്ടെ. സമാധാനമായി പോവൂ. ഈ വാർത്ത എല്ലാവരെയും അറിയിക്കൂ. ആട്ടിടയന്മാർക്ക് സന്തോഷവും അത്ഭുതവും ഒരേ സമയത്തുണ്ടായി. ഒരു രക്ഷിതാവ് ജനിച്ചതറിഞ്ഞ് അവർ അതിയായി സന്തോഷിച്ചു. അവർ ബത്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ലളിതമായി ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്ന കാഴ്ച നേരിട്ട് കാണുവാനായി അവിടേക്ക് ഓടിച്ചെന്നു. ആ രാത്രിയിൽ യേശു രാജാക്കന്മാരുടെ രാജാവായി ജനിച്ചു. കൊട്ടാരത്തിലെ സ്വർണം കൊണ്ട് നിർമ്മിച്ച തൊട്ടിലല്ല, ഒരു പുൽത്തൊഴുത്തിൽ. അവിടേക്ക് ഓടിയെത്തിയ ആട്ടിടയന്മാർ കാലിത്തൊഴുത്തിൽ സൗമ്യനായി കിടക്കുന്ന യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യേശു ജനിച്ച ആ രാത്രി ആ 3 ജ്ഞാനികൾ മരുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മേൽ ഒരു വെളിച്ചം മിന്നുന്നതായി തോന്നി. അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ അവർ കണ്ടു. അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു അത്. ആ 3 ജ്ഞാനികൾക്കും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം അറിയാമായിരുന്നു. ബത്ലഹേമിലെ നക്ഷത്രത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവർ അതിയായി സന്തോഷിച്ചു. ലോകരക്ഷിതാവും യഹൂദന്മാരുടെ രാജാവും ജനിച്ചു എന്നായിരുന്നു അതിന്റെ അർത്ഥം. 3 ജ്ഞാനികളും ആ നക്ഷത്രത്തെ പിന്തുടർന്നു. കുറെ നേരം കഴിഞ്ഞ് യേശു ആ പശുത്തൊഴുത്തിൽ കിടക്കുന്ന കാഴ്ച അവർ നേരിൽ കണ്ടു. ഭാവിയിലെ രാജാവ് ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് അവർ അതിശയത്തോടെ നോക്കി. ഇസ്രായേലിന്റെ രക്ഷകനെ കാണുവാനായി ഞങ്ങൾ വന്നിരിക്കുന്നു. അവർ മൂവരും മറിയെ നോക്കി പുഞ്ചിരിച്ചു. മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാജാവാണിത്. പലരെയും നീതിമാന്മാരാക്കുന്ന രാജാവാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ ആദരിക്കുവാനായി മുട്ടുകുത്തി നിന്നു. അവർ മൂവരും പൊന്നും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെക്കാനായി കൊണ്ടുവന്നു. ഇവയെല്ലാം വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. രാജാക്കന്മാർക്ക് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ. ഒരു കുഞ്ഞിന് ഇത് സമ്മാനമായി കൊടുക്കുന്നത് അസാധാരണമായിരുന്നു. ആ ജ്ഞാനികൾക്ക് യേശുവിന്റെ ജന്മോദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. അതോടൊപ്പം ഒരു മുന്നറിയിപ്പ് കൂടി ആ ജ്ഞാനികൾ അവർക്ക് നൽകി. ഹെറോദ രാജാവ് കുട്ടിയുടെ ജന്മവാർത്ത അറിഞ്ഞാൽ അയാൾ തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് കുട്ടിയെ അന്വേഷിച്ചു കണ്ടെത്തി കൊന്നുകളയും. നിങ്ങൾ ഇനി ഇവിടെ താമസിക്കരുത്. ഇവിടെ സുരക്ഷിതമല്ല. അയാളുടെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. ഒരു സുരക്ഷിതമായ സ്ഥലം നിങ്ങൾ കണ്ടെത്തി അവിടേക്ക് മാറണം. നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം. അയാൾ നിങ്ങളെ അവിടെ നിന്നും കണ്ടെത്തുവാൻ യാതൊരു സാധ്യതയുമില്ല. മറിയയും ജോസഫും അവരുടെ വാക്കുകൾ അംഗീകരിച്ചു. കുഞ്ഞിന്റെ ജന്മവാർത്ത കേട്ടറിഞ്ഞ ഹെറോദോസ് രാജാവ് തന്റെ സിംഹാസനം നഷ്ടപ്പെടാതിരിക്കാൻ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാനായി ഉത്തരവിട്ടു. പിന്നീട് സംഭവിച്ചത് കുറേയധികം നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയായിരുന്നു. ആ നിഷ്കളങ്കരായ കുട്ടികൾ ദൈവത്തിന്റെ രക്തസാക്ഷികളായി. ജ്ഞാനികളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജോസഫും മറിയയും കുഞ്ഞ് യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി.
യേശുവിന് 2 വയസ്സുള്ളപ്പോൾ ഹെറോദോസ് രാജാവ് മരണപ്പെട്ടു. അതിനുശേഷം ഒരു ദൂതൻ ജോസഫിനോടും മറിയയോടും നസറേത്തിലേക്ക് തിരിച്ചു പോകാനായി ആവശ്യപ്പെട്ടു. നോക്കൂ, അതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന നഗരം. നീ കാണുന്നുണ്ടോ? തന്റെ തോളത്തിരിക്കുന്ന കൊച്ചേശുവിനോട് ജോസഫ് ചോദിച്ചു. അത് കേട്ട കുഞ്ഞേശു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇന്നത്തെ വീഡിയോയിലൂടെ 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന് പ്രത്യാശയും രക്ഷയും നൽകാൻ വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ അത്ഭുതകരമായ കഥ നാം കണ്ടു. യേശുവിന്റെ ജനനം വെറുമൊരു ചരിത്ര സംഭവമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന മഹത്തായ സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ക്രിസ്തുമസ് കാലത്ത് ആ പുൽക്കൂട്ടിലെ സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.